ശക്തമായ മത്സരമാണ് ഇക്കുറി ഗുരുവായൂരിൽ നടക്കുന്നത്. ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് MG രേണുക ചേരുന്നു. രേണുക, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഗുരുവായൂരിൽ മത്സരം? അത് ടൈറ്റ് ആണോ? എങ്ങനെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ പ്രചരണമൊക്കെ സജീവമായി പോവുകയാണോ? തീർച്ചയായും എൽദോ, വളരെ ശക്തമായ മത്സരം തന്നെ ഇത്തവണ ഗുരുവായൂർ നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. മാത്രവുമല്ല, വാർത്തകളിൽ ഗുരുവായൂർ നിറഞ്ഞു നിൽക്കുന്നു. അത് NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടിയാണ് ഗുരുവായൂരിൽ ഗുരുവായൂർ മണ്ഡല തെരഞ്ഞെടുപ്പും വലിയ രീതിയിൽ വാർത്തകളിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആളുകളെ കാണാനും എങ്ങനെയാണ് ഗുരുവായൂരിന്റെ ഒരു സ്പന്ദനം എന്നറിയാനും ഒക്കെ വേണ്ടി എത്തിയതാണ്. നമ്മൾ എത്തുമ്പോൾ തന്നെ കദളിക്കുലയുമായി BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണൻ അവിടേക്ക് വരുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും നമുക്ക് ഗോപാലകൃഷ്ണനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഗുരുവായൂരപ്പന് കൊടുക്കാനുള്ളതാണോ? ഗുരുവായൂരപ്പന് കൊടുക്കാനായിട്ട് ഭഗവാന് കദളിക്കുല സമർപ്പിച്ചിട്ട് ഇലക്ഷൻ പ്രചരണത്തിന് വീണ്ടും ഇറങ്ങണം. ഭഗവാന് സമർപ്പിക്കാൻ എനിക്കല്ലേ പറ്റൂ. ബാക്കി രണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ സമർപ്പിക്കണ്ടേ? അപ്പോൾ അത് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഇത് തെരഞ്ഞെടുപ്പിനുള്ള കൈക്കൂലിയാണോ? കൈക്കൂലി എന്ന് പറയുന്നത് ഭഗവാന് കൊടുക്കാൻ പറ്റുമോ? ഭഗവാൻ ഇങ്ങോട്ടാണ് തരണ്ടേ. നമ്മൾ ഭഗവാന് നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ എല്ലാം സമർപ്പിച്ചിട്ടുള്ളതാണ്. കൈക്കൂലി കൊടുക്കുന്നത് ചില കാര്യങ്ങൾ കുറച്ച് കൊടുക്കുമ്പോഴല്ലേ. നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ഭഗവാന് കൊടുക്കുന്ന കൈക്കൂലി നമ്മളെ തന്നെയാണ്. അത് നമ്മൾ സമർപ്പിക്കപ്പെട്ടത്. എല്ലാ മാസവും ഇവിടെ വന്ന് ശയനപ്രദക്ഷിണം എടുക്കുന്ന ആളാണ് ഞാൻ. എല്ലാ മാസവും ഇവിടെ വന്ന് തൊഴുത് ഭഗവാന് കദളിക്കുല കൊടുക്കുന്നതാണ്. എന്നെ ഇവിടം വരെ എത്തിച്ചത് ഗുരുവായൂരപ്പനാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. താൻ പാതി ദൈവം പാതി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ടെൻഷനൊക്കെ പകുതി ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാം ഗുരുവായൂരപ്പൻ നോക്കുമോ? താൻ പാതി ദൈവം പാതി അല്ല, താനില്ല, ഒക്കെ ഭഗവാനാണ്. അതാണ് എൻ്റെ ഇതൊന്നും പിടിക്കും. എങ്ങനെയാ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ കാണുന്നത്? നല്ല അന്തരീക്ഷമാണ്. വേറെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിനു മുമ്പ് പല പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ജനങ്ങളുടെ ഇടയിൽ ഇത്രയും ഒരു വൈകാരികമായ ഭാവം ഞാൻ കണ്ടിട്ടില്ല. പലതുകൊണ്ടും വൈകാരികമായ ഭാവമാണ് അത്. ഞാൻ ഉയർത്തിയ പല കാര്യങ്ങളുണ്ട്. ഇപ്പം ന്യൂസ് 80യോട് ഞാനൊരു തിരിച്ചൊരു ചോദിക്കാം. കുറച്ച് നേരമായില്ലേ ഈ അമ്പലത്തിന് മുമ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്? അമ്പലത്തിൻ്റെ പരിധിയിൽപ്പെടാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് നിങ്ങൾ കുറച്ച് മുമ്പ് മൂക്ക് പൊത്തിയില്ലേ? എന്നോട് തന്നെ പറഞ്ഞില്ല, അയ്യോ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതെന്താ കാരണം? ഇവിടെ മാലിന്യമാണ്. ഇവിടെ ഒഴുകുന്നത് മാലിന്യത്തിൻ്റെ, ഈ നാട്ടിലുള്ള മുഴുവൻ, ഇവിടെയുള്ള ഈ ഗുരുവായൂരുള്ള മുഴുവൻ മാലിന്യവും ഈ ഭഗവാൻ ഇരിക്കുന്ന ഈ കുളത്തിൻ്റെ ഈ സൈഡിൽ കൂടെ ഒഴുകുകയാണ്. അതിനകത്തൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല, ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇല്ല. അപ്പം നാറിയിട്ട് വയ്യ. മൂക്ക് പൊത്തിയിട്ടാണോ ഭഗവാൻ ഇരിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് നന്നാക്കണം. ഇതിനെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ കൊണ്ടുവരണം. ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ഇവിടെ അഴുക്കുചാൽ പദ്ധതി അത് ട്രീറ്റ്മെൻറ്റ് നടത്തി ഭേദാക്കണം. ഇവിടുത്തെ കുടിവെള്ളം ശരിയാക്കണം. ഇവിടുത്തെ ഈ ദുർഗന്ധം മാറ്റണം. ഇവിടുത്തെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, അവിടെ കയറി ആ കംഫർട്ട് സ്റ്റേഷൻ ഒന്ന് നോക്കണം. ഈ ലോകത്തുനിന്ന് വരുന്ന പാവപ്പെട്ട സ്ത്രീകൾ, നാട്ടിലെ ജനങ്ങൾ, ഭക്തജനങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടാണ് ആ കംഫർട്ട് സ്റ്റേഷൻ. വെള്ളമില്ല അതിനുള്ളിൽ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഏതോ 2-3 ഭക്തന്മാർ വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവിടെ വെള്ളമില്ല. ആ കംഫർട്ട് സ്റ്റേഷൻ വൃത്തിഹീനമാണ്. അപ്പോൾ ഇവിടെ ദുർഗന്ധമാണ്. ഇതൊക്കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ വർഗീയമാണ്. ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ ഇതല്ലല്ലോ ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഗോപാലകൃഷ്ണൻ ഇതല്ല പറഞ്ഞത്. ഇത് പറഞ്ഞാൽ ആരും വർഗീയതയാണെന്നൊന്നും പറയില്ല. ഇതല്ല ഗോപാലകൃഷ്ണൻ പറയുന്നത് എന്നതുകൊണ്ടാണ് ഗുരുവായൂർ ചർച്ചയാകുന്നത്, ഗോപാലകൃഷ്ണൻ ചർച്ചയാകുന്നത്. അല്ല, ഞാൻ ഇതും പറയുന്നുണ്ടല്ലോ. അതേ നിൽക്കുന്നൊക്കെ ഭക്തജനങ്ങളാണ്. എനിക്കൊരു ബന്ധമില്ല. അവരെന്നെ കണ്ടപ്പോൾ നിന്നതാണ്. രാവിലെ തൊട്ട് ഇന്ന് രാവിലെ വന്ന് അവിടെ ക്യൂ നിൽക്കുന്നതാണ്. നാളെ രാവിലെയാണ് ഇവർക്ക് ദർശനത്തിന് സമയം കിട്ടുക. ഒരു കപ്പ് ചായ ഇവർക്ക് കൊടുത്തൂടെ? ഒരു കപ്പ് വെള്ളം ഇവർക്ക് കൊടുത്തൂടെ? ഇതൊന്നും കൊടുക്കില്ലല്ലോ. അവസാനം ഇങ്ങനെ വന്ന് നാളെ രാവിലെ നടയുടെ മുമ്പിൽ ഭഗവാനെ കാണാൻ നിൽക്കുമ്പോൾ ഒറ്റത്തള്ള മതി ഇതെന്തോ ഏർപ്പാട്? ഇതൊക്കെ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിൽ അതിൻ്റേതായ ഒരു അന്തസ്സ് വേണം. ആ അന്തസ്സിൽ അതേ നിങ്ങൾ നോക്കൂ. ആ ഭാഗത്ത് നിൽക്കാൻ പറ്റുമോ? കംപ്ലീറ്റ് അതിന് അടിഭാഗം മുഴുവൻ നിങ്ങൾ എടുക്കണമെന്നേ. അതിന് അടിഭാഗം മുഴുവനും ഈ പക്ഷികൾ കാഷ്ടമിട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ നാറ്റമാണ് ഈ സൈഡിലേക്ക് വരുന്നത്. ഒരു ഭാഗത്ത് അടിയിൽ ദുർഗന്ധം. അപ്പോൾ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിനോട് താല്പര്യമുള്ള ആളുകൾ ഇവിടെ MLA ആവണം.
ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ MLA ആയിട്ട് എന്ത് ചെയ്യാം? അല്ല, ഗുരുവായൂരിന്റെ വികസനം, ഇനിയും വേണ്ട വികസനം, കൂടുതൽ ആളുകൾ എത്തുമ്പോൾ അത് ഗോപാലകൃഷ്ണൻ പറയാം. പക്ഷെ അത് ഈ വർഗീയ പരാമർശമായി മാറുമ്പോഴല്ലേ, നമ്മളുടെ കേരളം എന്ന് പറയുന്നത് വർഗീയതയ്ക്ക് ഇടമില്ലാത്തൊരു സ്ഥലമല്ലേ? അതിനെ ഇങ്ങനെ വർഗീയവൽക്കരിക്കുന്നത് എന്തിനാണ്? തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ നേടാനാണ് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ പറയുന്നതെന്നാണ് മറ്റ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. ഞാൻ പറഞ്ഞ വർഗീയത ഒന്ന് പറഞ്ഞു തരൂ എനിക്ക്. എന്താണ് വർഗീയത? ഞാൻ എന്തെങ്കിലും വർഗീയത പറഞ്ഞു? ഗുരുവായൂരിൽ മത്സരം അത് ശക്തമാണ്. MG രേണുക ബി ഗോപാലകൃഷ്ണനുമായി സംസാരിക്കുകയായിരുന്നു. അവിടുത്തെ NDA സ്ഥാനാർത്ഥിയാണ്, BJP സ്ഥാനാർത്ഥിയാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.